ആദ്യമായി ശ്രീ ഷാജി PM ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ റോഡുകൾ ഒരു കുരുതിക്കളമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടനവധി ജീവൻ എടുക്കുന്ന ഒരു വലിയ മരണക്കെണിയായി മരണക്കയമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ റോഡ് അപകടങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം? ആരുടെ ഭാഗത്താണ് ശരിക്കും വീഴ്ച? റോഡ് അപകടങ്ങൾക്ക് കാരണം ഒരാളെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു മെഷീനിനെ മാത്രം പറയാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ഇപ്പോൾ ഈ അടുത്ത 10-15 ദിവസത്തിനുള്ളിൽ മരണമടഞ്ഞ ആളുകളുടെ ആദരവ് അർപ്പിക്കുന്നു. അവരുടെ ആ നഷ്ടം നികത്താൻ പറ്റാത്തതാണ്. അത് അവരുടെ കുടുംബത്തിന് മാത്രമല്ല, അവർ വഴി രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതുമാണ്. അത് താങ്ങാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. അപ്പോൾ ഇത് കൂടുതലും അപകടങ്ങളുടെ കാരണം അത് ആ റോഡ് ഉപയോഗിക്കുന്നവരുടെ അശ്രദ്ധയാണ്. അത് മനുഷ്യ നിർമ്മിതം എന്ന് തന്നെ പറയാൻ പറ്റും. ആ അപകടങ്ങൾക്കുള്ള കാരണങ്ങളെല്ലാം മറ്റേ പ്രകൃതി ദുരന്തവും മറ്റൊക്കെ എന്ന് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഇത് അല്പം ശ്രദ്ധ, അല്പം കരുതൽ, അല്പം പരിഗണന ഉണ്ടെങ്കിൽ ഇത് ഒരു പരിധിവരെ നല്ലൊരു ശതമാനം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് റോഡൊരു ഘടകമാണ്, റോഡിൻ്റെ ഡിസൈൻ ഒരു ഘടകമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതിയുടെ ഒരു രീതി അല്ലെങ്കിൽ സംവിധാനത്തിൽ ഒരു മലനിരയിൽ നിന്ന് ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് കടലിലേക്ക് ഇറക്കുന്ന ഒരു ചെരുവ് മാതിരിയുള്ള ഒരു ഇതാണ്. അപ്പോൾ അവിടെ അത്തരം സ്ഥലത്ത് നമ്മൾ റോഡ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളങ്ങനെ പൂർണ്ണമായിട്ട് സുരക്ഷിതമാക്കാൻ പറ്റില്ല. വളവ് ഉണ്ടാവും, ചെരിവുണ്ടാവും, താഴ്ചകളുണ്ടാവും. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആ ഭൂപ്രകൃതിക്കനുസരിച്ച് റോഡ് ഡിസൈൻ ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ആളുകൾ വേണം. നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സാണ് ഇവിടെ ഇത് നിർമ്മിക്കുന്നത്. പക്ഷേ അതിന് ഉപരി റോഡ് എഞ്ചിനീയേഴ്സ് ആയിരിക്കണം. അതിന് കേപ്പബിളായിട്ട് പ്രാഗൽഭ്യമുള്ള, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള റോഡ് എഞ്ചിനീയേഴ്സിൻ്റെ ഡിസൈനിൽ വേണം ചെയ്യണം. അപ്പോൾ അവരത് ആ റോഡ് കടന്നു പോകുന്ന ആ മേഖലകളുടെ എൻവയോൺമെൻറ്റ്, കാലാവസ്ഥ, അതിന് ചുറ്റുമുള്ള ഗ്രീനറീസ്, അങ്ങനെയുള്ള പല ഘടകങ്ങളും അവർ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടംപോലെ പുഴകളും അരുവികളും ഉള്ള സ്ഥലമാണെന്ന്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെരുവിനനുസരിച്ച് വെള്ളം പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അത് കണ്ടിട്ട് വരണം. പിന്നെ അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഒരു 5 കിലോമീറ്ററും ചുറ്റളവിലുള്ള ആളുകളുടെ സ്വഭാവവിശേഷങ്ങൾ, അവർക്ക് എന്ത് ഇമ്പാക്റ്റ്, ഒരു റോഡിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, നിലവിലുള്ള റോഡിൽ നിന്ന് ഒരു വ്യത്യാസം വന്നാൽ എന്തൊക്കെയും അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവും. അവരെ പുതിയ റോഡിൻ്റെ സംവിധാനം അനുസരിച്ച് അവരുടെ ശീലങ്ങളുണ്ടാവും. നമ്മൾ ഇന്നലെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ശീലത്തിലായിരിക്കും ചെയ്യുന്നത്. വണ്ടിയുടെ സാങ്കേതികവിദ്യ മാറി, റോഡിൻ്റെ സംവിധാനങ്ങൾ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഴയ കൺസെപ്റ്റിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ദൂരത്തിൽ നിന്ന് പെട്ടെന്നായിട്ട് 1 മിനിറ്റ് കൊണ്ട്, 1 സെക്കൻഡ് കൊണ്ട് 10-16 മീറ്ററും 60 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു വാഹനം 1 സെക്കൻഡിൽ 16 മീറ്റർ സഞ്ചരിക്കും എന്നുള്ളൊരു ബോധത്തിനനുസരിച്ച് വേണം ഇതന്നെ. പണ്ട് ആ റോഡിൻ്റെ ഒരു സംവിധാനം വെച്ചാൽ അത്രയും വേഗത എടുക്കാൻ പറ്റത്തില്ല. 60 കിലോമീറ്റർ വേഗതയിൽ എടുക്കാൻ പറ്റാത്ത 30 കിലോമീറ്റർ എടുത്തേണ്ട സ്ഥലത്ത് 60ലേക്ക് മാറി. അപ്പോൾ ആ പരിസരത്തുള്ള ആളുകൾക്ക് ഈ റോഡിന് ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ റോഡ് ഉപയോഗിക്കാൻ ശീലിക്കണം, പഠിക്കണം, അറിയണം എന്ന് പഠിപ്പിക്കാനായിട്ടുള്ള സംവിധാനം വേണം. അപ്പോൾ അതിന് വിപുലമായ സംവിധാനം, അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളാണ്. സ്കൂളിലെ പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങുകളിൽ ഈ കാര്യം പറയാം, കുട്ടികളത് പറഞ്ഞു പഠിക്കാം, അവിടുത്തെ ടീച്ചേഴ്സിനെ പഠിക്കാം. അവരിലൂടെയാണ് നമുക്ക് അതിന് ചുറ്റുവട്ടുള്ള ആളുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതേപോലെ അവിടെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, അവിടെ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ആ ബോധവൽക്കരണം നടത്തും. ബോധവൽക്കരണം കൊണ്ട് മനുഷ്യൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ടാവാത്തോളം കാലം ഈ ദുരന്തങ്ങൾ ആവർത്തിക്കൊണ്ടിരിക്കും. ബാക്കി എത്രയെല്ലാം സംവിധാനം, റോഡ് നന്നാക്കിയെന്ന് വയ്ക്കാം, വാഹനങ്ങൾ ആധുനികവൽക്കരിച്ചു വന്നിരിക്കാം, മറ്റ് റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ആ റോഡിൽ ഒരുക്കിയെങ്കിൽ പോലും മനുഷ്യൻ മാറുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആ സാമൂഹ്യ ബോധത്തിലൊരു ഇതുണ്ടാവും, നമുക്കൊരു സംസ്കാരം ഉണ്ടാവണം, ആ റോഡിനെ കുറിച്ചുള്ള ഒരു സെൻസ് ഉണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ ആദ്യം റോഡ് ഉപയോഗിക്കുന്ന ആൾ, കാൽനടക്കാരനായിക്കോട്ടെ ഡ്രൈവറായിക്കോട്ടെ, അവരിലാണ് മാറ്റം ഉണ്ടാക്കുന്നത്. അതിനുള്ള സംവിധാനം ഒരുക്കുക. അതിനൊപ്പം തന്നെ ഈ റോഡ് നമ്മളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ടെക്നോളജികളും ഉപയോഗിക്കണം.
വാഹനത്തിലെ ടെക്നോളജികളുണ്ട്, സ്പേസ് സീറ്റ് ബെൽറ്റും എയർ ബാഗും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ തരണമെങ്കിൽ റോഡിലും മാറണം. അതിനേക്കാൾ ഉപരി അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ആ മനോനില അല്ലെങ്കിൽ ആ സ്വഭാവവിശേഷം, ആ ബിഹേവിയർ മാറ്റം ഉണ്ടാകുന്നുള്ളതാണ്. ശരി.